എന്ത് സംഭവിക്കും? മരിച്ചവർക്ക് നമ്മൾ പറയുന്നത് കേൾക്കാൻ സാധിക്കുമോ? നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളും പുണ്യപ്രവർത്തികളും അവർക്ക് ലഭിക്കുമോ? മരിച്ചവർക്ക് നമ്മളെ കാണാൻ തിരികെ വരാൻ കഴിയുമോ? എല്ലാവരുടെയും ബർസഖിലെ ജീവിതം ഒരുപോലെയാണോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ. ഇന്നീ വീഡിയോയിലൂടെ വിശുദ്ധ ഖുർആനിന്റെയും സഹീഹായ ഹദീസുകളുടെയും വെളിച്ചത്തിൽ ഈ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തവും ലളിതവുമായ ഉത്തരങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ അറിവ് ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം 1. ഖബർ ലഭിക്കാത്തവരുടെ അവസ്ഥ എന്താണ്? സങ്കൽപ്പിച്ചു നോക്കൂ. ഒരാൾ കടലിൽ അപകടത്തിൽപ്പെട്ടു മരിക്കുന്നു. മൃതദേഹം കിട്ടുന്നില്ല. അല്ലെങ്കിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടൊരു പടയാളിയുടെ ശരീരം കണ്ടെത്താൻ കഴിയുന്നില്ല. അതുമല്ലെങ്കിൽ ഒരാളുടെ ശരീരം തീയിൽപ്പെട്ട് പൂർണ്ണമായി കത്തിപ്പോകുന്നു. ഇവർക്കൊന്നും മണ്ണിലൊരു ഖബറില്ല. അപ്പോൾ ഇവർക്ക് ബർസഖിലെ ജീവിതമില്ലേ? ഇവർ ചോദ്യം ചെയ്യപ്പെടില്ലേ? ശിക്ഷയോ പ്രതിഫലമോ ലഭിക്കില്ലേ? തീർച്ചയായും ലഭിക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബർസഖ് എന്നാൽ നമ്മൾ കാണുന്ന ഈ ഭൗതിക ഖബർ മാത്രമല്ല. ഒരു മനുഷ്യന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ആ നിമിഷം മുതൽ ബർസഖ് എന്ന ജീവിതം ആരംഭിക്കുകയായി. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിൽ പറയുന്നു, അവരുടെ മുന്നിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ ഒരു മറ ബർസഖുണ്ട്. ഖുർആൻ 23:100. ബർസഖ് എന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ല. അത് നമ്മൾ കാണാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റൊരു ലോകമാണ്, ഗൈബ്. അവിടെയാണ് ആത്മാവിന്റെ പുതിയ ജീവിതം തുടങ്ങുന്നത്. ചോദ്യം ചെയ്യലും സന്തോഷവും ശിക്ഷയുമെല്ലാം ആ ആത്മീയ ലോകത്താണ് നടക്കുന്നത്. ശരീരം മണ്ണിലടക്കം ചെയ്താലും കടലിന്റെ ആഴങ്ങളിൽ പെട്ടുപോയാലും കത്തിച്ചാമ്പലായാലും അല്ലാഹു വിധിച്ച ആ അനുഭവം ആത്മാവിന് ലഭിക്കുക തന്നെ ചെയ്യും. അതെങ്ങനെ സംഭവിക്കുന്നു എന്നത് അല്ലാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ ശക്തിക്ക് മുന്നിൽ നമ്മുടെ ഈ ഭൗതിക ലോകത്തിന്റെ നിയമങ്ങൾ തടസ്സമല്ല. അപ്പോൾ അടുത്ത സംശയം വരാം, ബർസഖ് എന്നാൽ നമ്മൾ കാണുന്ന ഈ ഭൗതിക ഖബർ അല്ലെങ്കിൽ അവിടെ ആത്മാവ് ഉണർന്നിരിക്കുകയാണോ, അതോ അതൊരു നീണ്ട ഉറക്കമാണോ? ചോദ്യം 2. ബർസഖ് എന്നാൽ വെറുമൊരു ഉറക്കമാണോ? മരണശേഷം വിചാരണ നാൾ വരെ ആത്മാവ് ഒന്നുമറിയാതെ ഉറങ്ങുകയാണെന്ന് ചിലർ വിചാരിക്കാറുണ്ട്. ഓർമ്മകളോ അനുഭവങ്ങളോ ഇല്ലാതെ കാഹളമൂതുന്നതുവരെ വെറുമൊരു ഇരുട്ടിൽ കിടക്കുകയാണെന്ന്. എന്നാൽ ഖുർആനും സഹീഹായ സുന്നത്തും പറയുന്നത് അങ്ങനെയല്ല. മരണശേഷം ആത്മാവ് ബർസഖിലേക്ക് പ്രവേശിക്കുമ്പോൾ മലക്കുകൾ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സ്വർഗത്തിലെയോ നരകത്തിലെയോ അവരുടെ സ്ഥാനം അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ അമലാകുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് സന്തോഷമോ ശിക്ഷയോ അവിടെ അനുഭവപ്പെടുന്നുണ്ട്. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിച്ച ഹദീസുകളിൽ ഇത് കാണാം. ആത്മാവ് അവിടെ പൂർണ്ണ ബോധത്തോടെയാണിരിക്കുന്നത്. പക്ഷേ ആ ബോധം ഈ ഭൗതിക ലോകത്തെ പോലെയല്ല. അത് അദൃശ്യമായ മറ്റൊരു തലത്തിലാണ്. നമ്മുടെ ഈ ലോകത്തെപ്പോലെയല്ല അവിടെ സമയം കടന്നുപോകുന്നത്. നല്ല രീതിയിൽ ജീവിച്ചവർക്ക് ബർസഖിലെ സമയം വളരെ സന്തോഷകരവും പെട്ടെന്ന് തീരുന്നതുമായി തോന്നും. എന്നാൽ തിന്മകൾ ചെയ്തവർക്ക് അത് വളരെ നീണ്ടതും പ്രയാസകരവുമായിരിക്കും. ചുരുക്കത്തിൽ ബർസഖ് എന്നത് ബോധമില്ലാത്തൊരു ഉറക്കമല്ല, മറിച്ച് പരലോകത്തിനു മുൻപുള്ള യഥാർത്ഥ ജീവിതഘട്ടമാണ്. ശരി, ആത്മാവ് അവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ പറയുന്നത് അവർക്ക് കേൾക്കാൻ സാധിക്കുമോ? ചോദ്യം 3. മരിച്ചവർക്ക് നമ്മൾ പറയുന്നത് കേൾക്കാൻ കഴിയുമോ? ഈ വിഷയത്തിൽ ആളുകൾക്കിടയിൽ 2 ചിന്താഗതികളുണ്ട്. ചിലർ കരുതുന്നത് മരിച്ചവർക്ക് ഒന്നും കേൾക്കാൻ കഴിയില്ലെന്നാണ്. എന്നാൽ മറ്റു ചിലർ കരുതുന്നത് മരിച്ചവർ ലോകത്ത് നടക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ടെന്നാണ്. സത്യത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ ഇതിന്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാം. ഒരാളെ ഖബറടക്കി ആളുകൾ തിരികെ നടന്നു പോകുമ്പോൾ അവരുടെ ചെരിപ്പിന്റെ ശബ്ദം പോലും മരിച്ചയാൾ കേൾക്കുന്നുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അവിശ്വാസികളുടെ മൃതദേഹങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ജീവനില്ലാത്ത ശരീരങ്ങളോടാണോ അവിടുന്ന് സംസാരിക്കുന്നത്? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയത്, ഞാൻ പറയുന്നത് നിങ്ങളെക്കാൾ നന്നായി അവർ കേൾക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് മറുപടി പറയാൻ കഴിയില്ല എന്നാണ്. ഖബറുകൾ സന്ദർശിക്കുമ്പോൾ നമ്മൾ പറയുന്ന സലാം അല്ലാഹു അവരെ കേൾപ്പിക്കാറുണ്ടെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതായത് അല്ലാഹു ഉദ്ദേശിക്കുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മരിച്ചവർക്ക് കേൾക്കാനുള്ള കഴിവ് അല്ലാഹു നൽകുന്നുണ്ട്. എന്നാൽ ലോകത്തെവിടെയിരുന്ന് ആര് സംസാരിച്ചാലും അത് മരിച്ചവർ കേൾക്കും എന്നതിനോ അവർ ലോകകാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടെന്നതിനോ യാതൊരു തെളിവുമില്ല. അല്ലാഹു കേൾപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് അവർ കേൾക്കുന്നത്. അതിനപ്പുറം കാര്യങ്ങൾ നമ്മൾ അല്ലാഹുവിലേക്ക് ഭാരമേൽപ്പിക്കുകയാണ് വേണ്ടത്. കേൾക്കുന്ന കാര്യം നാം പറഞ്ഞു. എന്നാൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ അവർക്കായി ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ലഭിക്കുമോ? ചോദ്യം 4. നമ്മൾ ചെയ്യുന്ന പുണ്യങ്ങൾ മരിച്ചവർക്ക് ലഭിക്കുമോ? സങ്കൽപ്പിച്ചു നോക്കൂ,
നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാവോ പിതാവോ മരണപ്പെട്ടുപോയി. ഒരു രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത വരുന്നു, ഞാൻ ഇന്ന് ചെയ്യുന്ന ഈ നല്ല കാര്യം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്പെടുമോ? തീർച്ചയായും ഉപകാരപ്പെടും. സ്വഹീഹുൽ മുസ്ലിമിലെ പ്രശസ്തമായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി കാണാം: ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവൻ്റെ എല്ലാ കർമ്മങ്ങളും അവസാനിച്ചു, എന്നാൽ 3 കാര്യങ്ങൾ ഒഴികെ. 1. നിലനിൽക്കുന്ന സ്വതക്ക അഥവാ സ്വതക്കത്തുൻ ജാരിയ. 2. ഉപകാരപ്രദമായ അറിവ്. 3. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ അഥവാ നല്ലവനായ കുട്ടി. ഒരിക്കൽ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എൻ്റെ ഉമ്മ ഒരു നേർച്ച പൂർത്തിയാക്കുന്നതിന് മുൻപ് മരണപ്പെട്ടു. ഉമ്മയ്ക്ക് വേണ്ടി എനിക്ക് നോമ്പ് അനുഷ്ഠിക്കാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അള്ളാഹുവോടുള്ള കടമാണ് വീട്ടപ്പെടാൻ കൂടുതൽ അർഹതയുള്ളത്. സ്വഹീഹുൽ ബുഖാരിയിലെ 1953 ഹദീസ്. മരണപ്പെട്ടവർക്ക് വേണ്ടി നൽകുന്ന ദാനധർമ്മങ്ങൾ അഥവാ സ്വതക്ക, അവർക്ക് വേണ്ടി ചെയ്യുന്ന ഹജ്ജ്, ഉംറ, കൂടാതെ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകൾ അഥവാ ദുആ, ഇവയെല്ലാം അവർക്ക് ലഭിക്കും. ഒരു മകൾ അർദ്ധരാത്രിയിൽ കൈകൾ ഉയർത്തി അല്ലാഹുവേ, എൻ്റെ ഉമ്മക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ആ ഉമ്മാക്ക് ലഭിക്കുന്ന വലിയൊരു സമ്മാനമാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം വരുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥന അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു, എന്നാൽ തിരിച്ചൊരു ബന്ധം സാധ്യമാണോ? മരിച്ചവർക്ക് നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരാൻ കഴിയുമോ? ചോദ്യം 5. മരിച്ചവർക്ക് നമ്മളെ സന്ദർശിക്കാൻ കഴിയുമോ? മരണപ്പെട്ട പിതാവിനെ സ്വപ്നത്തിൽ കണ്ടുണരുന്ന ഒരാൾ. ആ സ്വപ്നം അത്രയും വ്യക്തമായിരുന്നു. പിതാവ് സംസാരിച്ചു, ചില ഉപദേശങ്ങൾ നൽകി. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, അത് ശരിക്കും എൻ്റെ ഉപ്പ തന്നെയായിരുന്നോ? വ്യാഴാഴ്ച രാവുകളിലോ പെരുന്നാൾ ദിവസങ്ങളിലോ അല്ലെങ്കിൽ മരണപ്പെട്ട് ചില പ്രത്യേക ദിവസങ്ങളിലോ മരിച്ചവരുടെ ആത്മാക്കൾ വീട്ടിൽ തിരികെ വരുമെന്ന് ചില ആളുകൾ വിശ്വസിക്കാറുണ്ട്. എന്നാൽ ഇസ്ലാമിൽ ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. മരണസമയത്ത് ഒരു മനുഷ്യൻ അള്ളാഹുവോട് യാചിക്കും, രക്ഷിതാവേ, എന്നെ ലോകത്തേക്ക് തിരികെ അയക്കണമേ, ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ അള്ളാഹു പറയും, ഒരിക്കലുമില്ല. അതിനുശേഷം അള്ളാഹു പറയുന്നു, അവർക്ക് പിന്നിൽ ബർസഖ് എന്ന മറയുണ്ടെന്ന്. അതായത് മരിച്ചൊരാത്മാവിനും ഈ ലോകത്തേക്ക് തിരികെ വരാൻ സാധിക്കില്ല. എന്നാൽ സ്വപ്നങ്ങൾ വ്യത്യസ്തമാണ്. ഒരു നല്ല മനുഷ്യൻ കാണുന്ന നല്ല സ്വപ്നങ്ങൾ പ്രവചനത്തിന്റെ 46-ൽ ഒരംശമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരി ഹദീസ് 6989. മരണപ്പെട്ടവരെ സ്വപ്നത്തിൽ കാണുന്നത് സത്യമായിരിക്കാം, എന്നാൽ അതവരുടെ ആത്മാവ് ഭൗതികമായി വീട്ടിൽ വന്നതല്ല. അത്തരം സ്വപ്നങ്ങളെ വെച്ച് മതപരമായ നിയമങ്ങൾ ഉണ്ടാക്കാനും പാടില്ല. മരിച്ചവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ബർസഖ് കാണാൻ കഴിയുമോ? ചോദ്യം 6. ജീവിച്ചിരിക്കുന്നവർക്ക് ബർസഖ് കാണാൻ സാധിക്കുമോ? ചില ആളുകൾ പറയാറുണ്ട്, തങ്ങൾ മരണത്തിന്റെ വക്കോളം എത്തിയെന്നും ഒരു വെളിച്ചത്തിന്റെ തുരങ്കം കണ്ടെന്നും വലിയ ശാന്തത അനുഭവിച്ചെന്നുമൊക്കെ. ഇത്തരം അനുഭവങ്ങൾ ആളുകൾക്കുണ്ടാകാറുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ അതിനെ ഇസ്ലാമിലെ ബർസഹായി തെറ്റായി ധരിക്കരുത്. സൂറത്തുൽ ഖാഫിൽ അല്ലാഹു പറയുന്നുണ്ട്,